Hi, Namaste. Welcome back to my channel Pintrader. നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കാം ഒരു മാസം കൊണ്ട് തന്നെ എന്ന് പറയുന്ന ഒരുപാട് സ്കാമുകൾ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഒരുപാട് സ്കാമുകൾ നിങ്ങൾ കണ്ടിട്ട് അതിനകത്ത് പെട്ടിട്ടുണ്ടാകും, ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി നടക്കുന്ന കാലഘട്ടമാണിന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലുള്ള നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ചെയ്താൽ പോരെ, മറ്റ് സാധാരണക്കാരെ ഇതിൽ കൊണ്ടുപെടുത്തുന്നത് എന്തിനാണ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഞാൻ ആക്ച്വലി അതായത് നമുക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് പ്രോപ്പറായിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഫേക്ക് ആയിട്ട് പോകുന്ന, അതായത് ട്രേഡ് എടുക്കുന്നവർക്ക് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് മനസ്സിലാക്കി ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അത് സിമ്പിൾ, അതായത് നമുക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തവർക്ക് സിമ്പിൾ വേയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രി മനസ്സിലാക്കി നമുക്ക് ലോസ് ഒഴിവാക്കി നമുക്ക് പ്രോഫിറ്റ്, അതായത് നമുക്കിപ്പം ട്രേഡിങ്ങിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പം ഇന്ന് പ്രോഫിറ്റ് എടുത്തു, നാളെ ആ പ്രോഫിറ്റ് കൊണ്ട് കളഞ്ഞു, അങ്ങനെ കൊണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നാളെ നമുക്ക് പോകാൻ പോകുന്ന പ്രോഫിറ്റിന് നമുക്ക് കറക്റ്റായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റാൻ നമുക്ക് അതുപോലെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് സിമ്പിൾ സ്ട്രാറ്റജിയിലാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ലൈവിൽ നമുക്ക് ആക്ച്വലി ലൈവ് സെക്ഷനിൽ ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഫോറക്സിൻ്റെയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും ഇന്ന് സോഫ്റ്റ്വെയർ കാണിച്ച പെർഫോമൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 16 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ 16 yearsൽ നമ്മൾ ആക്ച്വലി 2009 സ്റ്റാർട്ട് ചെയ്ത മിനിറ്റയുടെ ഫസ്റ്റ് വെർഷൻ തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന 8 ടൈപ്പ് സ്ട്രാറ്റജി 2 സ്കാൻ ആകുന്ന ഫുൾ വെർഷനാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് വെർഷനിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്. നമുക്ക് ആക്ച്വലി ട്രേഡ് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള നമുക്ക് എവിടെ ട്രേഡ് എടുക്കണം, മാർക്കറ്റ് അതായത് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമോ അതോ തിരിച്ച് മാർക്കറ്റ് ഇനിയും തിരിച്ച് കയറാൻ സാധിക്കും, അങ്ങനെ ഒരുപാട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇന്ന് USD JPYയുടെ മാർക്കറ്റ്, അതേപോലെ തന്നെ GBP USD ഇപ്പോൾ വന്ന സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ USD JPYയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്ന് ഇപ്പോൾ ഇന്ന് ബൈസിക്കിളാണ്. ഈ ബൈസിക്കിൾ 1 മണിക്ക് ശേഷം വന്നാണ്. ഇപ്പോൾ 1 മണിക്ക് ശേഷം വന്നാൽ കറക്റ്റ് ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം നമുക്ക് 142 പോയിന്റുകൾ കയറി നിൽക്കുകയാണ്. ഇപ്പോഴും ബൈ കണ്ടിന്യൂഷൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ കാണിച്ച പെർഫോമൻസ് കൂടെ കാണിക്കാം. അപ്പോൾ ഇതിൽ എല്ലാ മാർക്കറ്റ് സപ്പോർട്ടീവ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെ എടുക്കണം, എങ്ങനെ എൻട്രി എക്സിറ്റ് എങ്ങനെ മനസ്സിലാക്കുന്നുള്ള ട്രെയിനിങ് സെക്ഷനായിട്ടും അതേപോലെ ലൈവ് ഡെമോ ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു തരാം. ഇതിനകത്ത് ഈ ലേറ്റസ്റ്റ് വെർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രീൻ കളർ അപ്പാർ ബൈ ആണ്, റെഡ് ആണ് സെല്ല്. അപ്പോൾ ഇതിൽ സിഗ്നൽസ് തരുമ്പോൾ നമുക്ക് ഇതുപോലെ സൗണ്ട് എഫക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഈ അലേർട്ട് മെസ്സേജിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന സിഗ്നൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മേളിലും താഴെ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് സിഗ്നലിൽ വന്നിരിക്കുന്ന എപ്പോഴാണ് അതിൻ്റെ എൻട്രി പോയിന്റ് ഏതാണ്, ടാർഗറ്റ് ഏതാണ്, 3 ടാർഗറ്റുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ആ കൺഫർമേഷൻ ലെവൽസ്, ആ താഴത്തെ ബാർ ക്യാൻഡിൽ കളർ രണ്ടും മാച്ച് ആയിട്ട് ട്രേഡ് എടുക്കാം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. അഥവാ ട്രേഡ് നമുക്ക് ആക്ച്വലി മാച്ചിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ട്, പക്ഷെ ആ വന്ന സമയത്ത് നമുക്ക് താഴെ തിരിഞ്ഞുണ്ടെങ്കിലും ക്യാൻഡിൽ ഓറഞ്ച് ആയിരുന്നു. അപ്പോൾ അത് സൈഡ് വേസ് ആണെന്ന് മനസ്സിലാക്കും. പക്ഷെ അവിടെ സെല്ല് കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ സെൽ ട്രേഡ് ഇല്ല എന്ന് മനസ്സിലാവും. നമുക്ക് കറക്റ്റ് സെൽ വരുന്ന സമയത്ത് നമുക്ക് ആ ലെവൽ രണ്ടും കൂടെ മാച്ച് ആകും, അവിടെ ട്രേഡ് നടക്കുകയും ചെയ്യും. അപ്പോൾ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് എവിടെയാണ് നടക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ USD JPYയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നമുക്ക് കണ്ടിന്യൂഷൻ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് തന്നത് 3:30 വന്ന സിഗ്നലാണ്. അത് എൻട്രി പോയിന്റ് ടാർഗറ്റ് കൊടുത്തു, കൺഫേം ആയി ബ്രേക്ക്ഔട്ടും പോയി. ഇപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂഷൻ ബൈയാണ്. എന്നാൽ അതിന് മുമ്പ് വന്ന സെൽ സിഗ്നൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ ലെവലെല്ലാം മാച്ച് ആയിട്ടും നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോയി. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യത്തിൽ ട്രേഡ് എടുത്ത് നിൽക്കുന്ന ആൾക്ക് നമുക്ക് അവിടെ ഇവിടുന്ന് റിവേഴ്സ് പോയി ഇവിടെ എക്സിറ്റ് അടിക്കണം എന്ന് നമുക്ക് കറക്റ്റായിട്ട് അത് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ സിഗ്നൽ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകണമെങ്കിൽ അവിടെ എക്സ്ട്രാ കളർ ആ ഹോളോ ക്യാൻഡിൽസ് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട് എക്സിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് ആ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ മെസ്സേജ് അലേർട്ട് നമുക്ക് റിവേഴ്സ് പോകുന്നു എന്നുള്ളതിന് ക്രോസ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അലേർട്ടായിട്ട് ഈ സൗണ്ട് എഫക്റ്റിൽ ഈ ബോക്സിൽ കാണിച്ചു തരികയും ചെയ്യും നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് സിഗ്നൽ വന്ന് കൺഫർമേഷൻ എടുത്താൽ പെട്ടെന്ന് റിവേഴ്സ് വരെ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എളുപ്പമുണ്ട്. അതിന് എക്സ്ട്രാ കളർ വഴി തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതേപോലെ തന്നെ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ നിഫ്റ്റിയിൽ നമുക്ക് ഇതിനകത്ത് ഇൻട്രാഡേ സ്കാൽപ്പിംഗ് പോർഷൻ അങ്ങനെ പല രീതിയിൽ സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കണമെങ്കിൽ ടൈം ഫ്രെയിം മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ ട്രേഡ് മിനിറ്റ് വൈസിൽ നല്ലൊരു അപ്ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിന് മാർക്കറ്റ് പെട്ടെന്ന് ഒരു ഡൗൺ ട്രെൻഡ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സൈഡ് വേസ് ആയിരുന്നു. പക്ഷേ 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് മോർണിംഗിൽ പോയി പ്രോഫിറ്റ് കിട്ടി. അവിടുന്ന് പെട്ടെന്നൊരു ഡംപ് അടിച്ചിറങ്ങി. പക്ഷേ ഈ സെല്ല് നമുക്ക് ഈ 5 മിനിറ്റ്സിൽ കൺഫേം വന്ന സമയത്ത് മാർക്കറ്റ് കുറച്ചിറങ്ങി. പക്ഷേ അവിടുന്ന് പെട്ടെന്ന് റിവേഴ്സ് പോയിട്ടാണ് പിന്നെ തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഈ ബൈ ട്രേഡ് കൺഫേം അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന സെൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ 2 ടാർഗറ്റ് അടിച്ച് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ, അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രേഡ് എടുക്കാൻ ടൈം ഫ്രെയിം മാറ്റി നമുക്ക് മിനിറ്റ് വൈസിലിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിച്ചാലും മതി. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് നമുക്ക് ട്രേഡ് കിട്ടുകയും ചെയ്യും. അപ്പം കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ് നമുക്ക് 5 മിനിറ്റ്സിലാണ് വരുന്നത്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.